പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ലോർഡ്. യേശുവിൻ്റെ രക്തത്താൽ ചെയ്യും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ലോർഡ്. യേശുവിൻ്റെ രക്തത്താൽ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. യേശുവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, റോസ് ഫാമിലി പ്രെയർ ഗ്രൂപ്പിൻ്റെ 9ാമത്തെ ഓൺലൈൻ കൺവെൻഷൻ നടന്നു വരികയാണല്ലോ ദൈവമക്കളെ. ആക്ച്വലി ഇന്ന് സംസാരിക്കാനിരുന്നത് മറ്റൊരു കർത്താവിൻ്റെ ദൈവദാസിയാണ്. എന്നാൽ പ്രിയ കർത്തൃദാസിക്ക് ഇന്ന് അസൗകര്യം ഏർപ്പെട്ടതുകൊണ്ട് ഈ അടിയൻ തന്നെ ദൈവത്തിൻ്റെ വചനവുമായി കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട അഡ്മിന്മാർക്കും, കർത്താവിൽ ബഹുമാന്യരായ ശ്രേഷ്ഠദാസി ദാസന്മാർ, സഹോദരന്മാർ, സഹോദരിമാർ, എന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകരെ എല്ലാവർക്കും വേഗം വരാമെന്ന് വാഗ്ദത്തം ചെയ്ത സ്വർഗീയ പിതാവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രത്യേക നന്ദിയും സ്നേഹത്തെയും ഞാൻ ഈ സമയം അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആണ്ടവരിൻ രക്ഷകരമാകിയ യേശു ക്രിസ്തുവിൻ എനിക്കറ്റ നാമത്തിൽ അൻപിൻ வாழ்த்துதலை தெரிவித்துக் கொள்கிறேன். கர்த்தருக்குள் பிரியமானவர்களே, ஆசீர்வதிக்கப்பட்ட நாள். கர்த்தருடைய வார்த்தைகளுக்கு நேராக நாம் கடந்து செல்ல போகிறோம். கர்த்தருடைய வருகை சமீபமாயிருக்கிற நாட்கள் இது. ஆம் கர்த்தருடைய பிள்ளைங்களே, அவருடைய எக்கால சத்தம் கேட்கிறதான தினங்கள் வெகு சீக்கிரமாகி உண்டு. பிரைஸ் தி லார்ட். நாம் ஒவ்வொருவரும் ஹல்லேலூய அவருடைய வருகைக்காக ஆயத்தமாக இருக்க வேண்டியது மிக மிக அவசியமாக இருக்கிறது. பிரைஸ் தி லார்ட். ஹல்லேலூய. நாம் ஒன்று சேர்ந்து தேவனை மகிமைப்படுத்துவோமா? கர்த்தர் 2-3 பேர் எங்கிருந்தாலும் அவர் மத்தியே நான் உண்டு என்று ஆண்டவராகிய இயேசு சொன்னார். பிரைஸ் தி லார்ட். அவருடைய மகிமையான ஹல்லேலூய அவருடைய பிரசன்ஸ் நம்மோடு கூட இருப்பதாக என்று சொல்லி நம்ம செபிக்கலாமா கர்த்தருடைய பிள்ளைங்களே? ஹல்லேலூயா. இன்றைய நாள் தேவனாகிய கர்த்தர் தாமே நம்மோடு கூட பேச போகிறார். கர்த்தருடைய சமூகத்தில் நாம் ஒவ்வொருவரும் ஹல்லேலூயா അർപ്പണിക്കലാമാ? പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഇന്നത്തെ വചന ധ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഒരു പഴയ ഒരു ഗാനം, സത്യം പറഞ്ഞാൽ ആ പാട്ട് ഞാൻ ശരിക്കും പഠിച്ചത് ഇന്ന് പകലാണ്. അത്രയ്ക്കും പഴക്കമുള്ള പാട്ടാണ്. പക്ഷേ ഞങ്ങൾക്ക് ആ പാട്ട് കേൾക്കാനുള്ള അധികം സമയങ്ങളും സന്ദർഭമൊന്നും ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് ഞാനത് എൻ്റെ കേരളത്തിലുള്ള ചില സഹോദരങ്ങളോട് പാട്ട് ഞാൻ ചോദിച്ചു വാങ്ങിച്ച് ഇന്ന് ഞാനത് അല്പമായി പാടി നോക്കി. അങ്ങനെ ഞാൻ കർത്താവിൻ്റെ 2ാം വരവിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ ആ ഗാനം എനിക്ക് വളരെ അനുഗ്രഹമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, ഞാൻ ആ പാട്ടൊന്ന് പാടാൻ ആഗ്രഹിക്കുകയാണ്. ദൈവമക്കളെ, ഈ പാട്ട് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാട്ടും അതുപോലെ തന്നെ ഏറ്റവും പഴയ ഗാനവുമാണ്. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് പ്രൈസ് ദി ലോർഡ് എന്നോട് ചേർന്ന് നിങ്ങൾക്കും പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് നാം സംസാരിക്കാൻ പോകുന്ന വിഷയം കർത്താവിൻ്റെ വരവും ലക്ഷണങ്ങളുമാണ്. ഇതാ ഈ സാഹചര്യത്തിൽ ഞാൻ 2ാമത്തെ ദിവസമാണ് നിങ്ങളോടൊപ്പം ഈ വിഷയവുമായി നിൽക്കുന്നത്. കർത്താവ് ധാരാളമായി എല്ലാവരെയും സഹായിക്കുകയും എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭരണകൂടം മാറി മറിഞ്ഞു വന്നിടും, ഭരണകൂടം മാറി മറിഞ്ഞു വന്നിടും, ഭരണാധികാരികൾ പൊടും നിലവെ മാറുമ്പോൾ മരിച്ചുയർത്തുതൻ ഭരണ കയ്യേൽക്കും, മരിച്ചുയർത്തവൻ ഭരണ കയ്യേൽക്കും. യേശുരാജൻ വേഗം വാനിൽ വന്നിടും, യേശുരാജൻ വേഗം വാനിൽ വന്നിടും, തൻവരാവിനായൊരുങ്ങി നിൽക്കുന്ന ദിനം ഗംഭീരനാദം കേൾക്കും നിശ്ചയം, ഗംഭീരനാദം കേൾക്കും നിശ്ചയം. ദൈവമക്കൾ തേജസ്സേറി വാഴുമേ, ദൈവമക്കൾ തേജസ്സേറി വാഴുമേ, തൻവരാവിൻ മുന്നണിയായി നിന്നിടും അവൻ. കാണും ഞാനുമെൻ പ്രിയനെ എതിരേൽപ്പാൻ, കാണും ഞാൻ
എന്നെ എതിരേൽപ്പാ യേശുരാജൻ വേഗം വാനിൽ വന്നിടും. യേശുരാജൻ വേഗം വാനിൽ വന്നിടും. തന്മരാവിനായൊരുങ്ങി നിൽക്കുന്ന ദിനം, തന്മരാവിനായൊരുങ്ങി നിൽക്കുന്ന ദിനം, ഗംഭീരനാദം കേൾക്കും നിശ്ചയം, ഗംഭീരനാദം കേൾക്കും നിശ്ചയം. അതിമുതലായ സകല വൃക്ഷവും, അതിമുതലായ സകല വൃക്ഷവും കൂട്ടമായി തളിർത്തു കാൺമതോർത്തു നോക്കുകേ, കൂട്ടമായി തളിർത്തു നോൺമതോർക്കു നോക്കുകേ. ഉന്നതത്തിൻ നാദം കേൾക്കാറായി, ഉന്നതത്തിൻ നാദം കേൾക്കാറായി. യേശുരാജൻ വേഗം വാനിൽ വന്നിടും, യേശുരാജൻ വേഗം വാനിൽ വന്നിടും. തന്മരാവിനായൊരുങ്ങി നിൽക്കുന്ന ദിനം, തന്മരാവിനായൊരുങ്ങി നിൽക്കുന്ന ദിനം, ഗംഭീരനാദം കേൾക്കും നിശ്ചയം, ഗംഭീരനാദം കേൾക്കും നിശ്ചയം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമുക്ക് എല്ലാവർക്കും കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, അപ്പാ, വചനവുമായി അങ്ങയുടെ സന്നിധിയിലേക്ക് അടിയൻ കടന്നു വരുന്നു. അങ്ങയുടെ വരവിൻ്റെ ലക്ഷണങ്ങൾ ലോകമെമ്പാടും കണ്ടും കേട്ടും കൊണ്ടിരിക്കുകയാണപ്പാ. വചനത്തിൽ എന്ത് പറയുന്നുവോ അത് നിറവേറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അപ്പാ, അങ്ങയുടെ വരവിനായി കാത്തിരിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ അങ്ങ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയോടും വേർപാടോടും കൂടി ജീവിക്കുവാൻ, അങ്ങയുടെ കാഹളത്തിൻ്റെ ശബ്ദം കേൾക്കുവാനുള്ള ഭാഗ്യം എല്ലാവർക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ കടന്നകാല ജീവിതത്തെക്കാൾ യേശുവേ, അങ്ങയുടെ വരവ് സമീപമായിരിക്കുന്ന ഈ നാളുകളിൽ അധികമായി അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വചനം സംസാരിക്കുവാൻ അടിയനെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുവാൻ കേൾവിക്കാരെ കർത്താവ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ രക്തത്താൽ അപ്പച്ചൻ എല്ലാവരെയും കഴുകി മുദ്രയിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചന സന്ദേശം കഴിയുമ്പോഴേക്കും അനേക ജനഹൃദയങ്ങളിൽ ഒരു വ്യത്യാസം, ഒരു രൂപാന്തരം ഉണ്ടാകുവാൻ, ഒരു മാറ്റം സംഭവിക്കുവാൻ എൻ്റെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനൊന്നുമില്ലപ്പാ, അടിയനതിന് യോഗ്യതയില്ലപ്പാ. അങ്ങയുടെ വചനം സംസാരിക്കുവാൻ അടിയനെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അൽഫയും ഒമേഗയുമായവൻ, ആദ്യനും അന്ത്യനും ഒന്നാമത്തനും ഒടുക്കത്തനുമായ സർവ്വവല്ലഭനായ കർത്താവിൻ്റെ ഒരു വലിയ സാന്നിധ്യം ഈ വൈകിയ വേളയിൽ എല്ലാവരോടും ഉണ്ടാകണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാറത്ത പൊൻ കച്ച കെട്ടിയവനായി 7 നിലവിളക്കുകളുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുന്നവനായ കർത്താവിൻ്റെ ഒരു വലിയ സാന്നിധ്യം അപ്പാ ഈ ശബ്ദം കേൾക്കുന്നവരിലേക്ക് വ്യാപരിച്ചു കൊണ്ടിരിക്കട്ടെ. ഒരു പുതിയ അഭിഷേകത്തിന്റെ ശക്തി സകലരിലേയും കർത്താവെ വ്യാപരിച്ചു കൊണ്ടിരിക്കട്ടെ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. അടിയനെപ്പൊടിയോളം താഴ്ത്തി ഏൽപ്പിക്കുന്നു. സകലതും ഞങ്ങൾക്കായി ജീവന വെടിഞ്ഞ അരുമരക്ഷകന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയര, പാട്ട് പാടണം ഒത്തിരി ആഗ്രഹത്തോടെയാണ് വന്നത്. പക്ഷേ എനിക്കത് എടുക്കാനുള്ള ശക്തിയില്ല. കാരണം ഞാൻ ഈ ദിവസങ്ങളിലൊക്കെയും ലൈവിൻ്റെ വളരെ ലൈവുകൾ ചെയ്തു വരികയാണ്. തൊണ്ട നല്ലപോലെ അടച്ചിട്ടുണ്ട്. അത്തരം പ്രതീക്ഷിച്ചല്ല സത്യത്തിൽ ആ പാട്ട് ഞാൻ എടുത്തത്. ഓക്കെ, എങ്കിലും സാരമില്ല. ദയവായി കർത്താവ് അത് പാടുവാൻ സഹായിച്ചല്ല, ഞാൻ അത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു ആമേൻ പറയാമല്ലോ. ദൈവമക്കളെ, കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന എല്ലാവരും ഹല്ലേലൂയ ഒരു സമർപ്പണത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരാം. ദൈവത്തിൻ്റെ ആഴമേറിയ സത്യമേറിയ വചനം നിങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുവാൻ ഇടയാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ആ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസി ദാസന്മാരുടെ അനുഗ്രഹമേറിയ ദൈവിക വചന ശുശ്രൂഷകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നടന്നു വരികയായിരുന്നുവല്ലോ. ദൈവമക്കളെ, ഹല്ലേലൂയ, അനേകർക്ക് ആശ്വാസവും വിടുതലും, അനേകർക്ക് ഹല്ലേലൂയ വചനം അനുഗ്രഹമായിരുന്നു എന്നത് എന്നെ അറിയിച്ചിട്ടുണ്ട്. എനിക്ക് വളരെ സന്തോഷം തോന്നിയ നിമിഷങ്ങളായിരുന്നു. കാരണം ഹല്ലേലൂയ എല്ലാവർക്കും ഞങ്ങൾ കൊടുത്തിരുന്ന വിഷയം കർത്താവിൻ്റെ 2ാം വരവും അതിൻ്റെ ലക്ഷണങ്ങളും മാത്രമായിരുന്നു.
പ്രൈസ് ദി ലോർഡ്. ഓരോ ദാസന്മാരിലൂടെ അത് നമ്മൾ കേൾക്കുന്നത് തന്നെ ദൈവമക്കളെ, അത് വലിയ അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. ഓരോരുത്തരിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എപ്രകാരം ഇടപെടുന്നുവോ അവർ അത് നമ്മളോട് വർണ്ണിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ അവസ്ഥകളും, പ്രൈസ് ദി ലോർഡ്, കർത്താവ് എപ്രകാരമുള്ള ഒരു രാജ്യത്തെയാണ് നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. നാം ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്കൊരുപടി കൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ, പ്രൈസ് ദി ലോർഡ്, ദൈവമക്കളെ ഒരുങ്ങുവാൻ, വിശുദ്ധിയോടുകൂടി വേർപാടോടുകൂടി ജീവിക്കുവാൻ ദൈവത്തിന്റെ വചനം, പ്രൈസ് ദി ലോർഡ്, വിലയേറിയത്. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവമക്കൾ, ഏറ്റെടുക്കുന്ന ദൈവമക്കൾ എല്ലാവരും ചേർന്നൊരാമേൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇന്നത്തെ വചന ധ്യാനത്തിലേക്ക് കടക്കുമ്പോൾ 1 തെസ്സലോനി 5:2 വാക്യം ഞാനിവിടെ വായിക്കുന്നു. 1 തെസ്സലോനി 5:2 വാക്യം. പ്രൈസ് ദി ലോർഡ്. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ നന്നായി അറിയുന്നവല്ലോ. കള്ളൻ രാത്രിയിൽ വരും പോലെ, ഹല്ലേലൂയ, കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ നന്നായി അറിയുന്നവല്ലോ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഈ വേദഭാഗത്തിന്റെ ചരിത്ര പശ്ചാത്തലം നമുക്കേവർക്കും സുപരിചിതമാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ ക്രൂശീകരണത്തിന് മുൻപായി, പ്രൈസ് ദി ലോർഡ്, ശിഷ്യന്മാർ ചോദിച്ച ഒരു ചോദ്യത്തിന്റെ മറുപടിയായിട്ടാണ് ഇവിടെ നമുക്കത് കാണുവാൻ കഴിയുന്നത്. ദൈവമക്കളെ, യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവ് ആയി സമീപമായിരിക്കുന്നു, ആസന്നമായിരിക്കുന്നു, ആഗതമായിരിക്കുന്നു എന്ന് നാം കേട്ടുകൊണ്ട് ഏകദേശം 2000 വർഷങ്ങളോളം നാം കേൾക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയും, എത്ര പ്രാവശ്യം കേട്ടാലും, പ്രൈസ് ദി ലോർഡ്, നമുക്ക് യാതൊരു വിധത്തിലും ബോറടിക്കുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? ഇതൊരു കെട്ടുകഥയല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, നാം സാധാരണ എത്രയോ പേരുടെ കഥകൾ, ചരിത്രങ്ങൾ നാം പറയുന്നവരാണ്. എന്നാൽ നസറേനായ യേശു ക്രിസ്തുവിന്റെ ജീവചരിത്രം, അഥവാ അത് ജീവിക്കുന്ന ചരിത്രമായി ഇന്നും ജീവിക്കുന്നു. പ്രിയരെ, നമ്മുടെ നസറേനായ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള യേശു കർത്താവിന്റെ മടങ്ങി വരവ്, യേശു കർത്താവ് വരാൻ പോകുന്നു എന്ന് പറയുന്നതിൽ ആർക്കും തന്നെ ഒരു ബുദ്ധിമുട്ടുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് ഞാൻ 2 ഘട്ടമായി നിങ്ങളോട് ചില വിഷയങ്ങളെ സംസാരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായിട്ട് കർത്താവിന്റെ വരവിനായി ഒരു ദൈവ പൈതൽ എപ്രകാരം ഒരുങ്ങിയിരിക്കണം എന്നതിനെ കുറിച്ച് നിങ്ങളെ ഞാനൊന്ന് ആഹ്വാനം ചെയ്തതിന് ശേഷമായി ചരിത്രത്തിലേക്ക് അല്പമായി ഒന്ന് കടന്നിട്ട്, പ്രൈസ് ദി ലോർഡ്, ഞാൻ അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ മെസ്സേജ് ആരംഭം മുതൽ അവസാനം വരെ നിങ്ങൾ ഇരുന്ന് കേട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. ഇടയിൽ വെച്ച് നിങ്ങൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാമെന്ന് പറഞ്ഞ് നിങ്ങൾ വിട്ടിട്ട് പോയാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു അംശം പോലും മനസ്സിലാകുകയില്ല എന്നത് ഞാൻ വളരെ വ്യക്തതയോടുകൂടി നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നാം ആയിരിക്കുന്നവർ, അതായത് വിശുദ്ധന്മാർ, വിശുദ്ധമതികൾ, ഹല്ലേലൂയ, കർത്താവിന്റെ വരവിനെ കാത്തിരിക്കുന്നവർ നാം ഒരുങ്ങണം. പ്രിയപ്പെട്ടവരെ, ഒരുങ്ങിയെങ്കിൽ മാത്രമേ, ഹല്ലേലൂയ, കാഹളത്തിന്റെ ധ്വനി കേൾക്കുവാൻ കഴിയുകയുള്ളൂ എന്നത് ഞാൻ ഈ സമയം വളരെ വ്യക്തതയോടുകൂടി നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമുക്ക് 1 തെസ്സലോനി 5:6 വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു: ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവും ഉള്ളവരും ആയിരിക്കുക. അതായത് ആകയാൽ നാം ശേഷം ഉള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവും ഉള്ളവരും ആയിരിക്കുക. പ്രിയമുള്ളവരെ, ലോകം ഇന്നേക്ക് ഉറങ്ങുകയാ, ഒരു ഉറക്കത്തില. ലോകം ഇന്നേക്ക് ഒരു മയക്കത്തില. പ്രൈസ് ദി ലോർഡ്. അനേകർ ഇന്നേക്ക് മന്ദീഭവിച്ച അവസ്ഥയില. എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, നമ്മുടെ അരുമനാഥന്റെ വരവ് സമീപമായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ മന്ദീഭവിച്ച അവസ്ഥകളൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് നമ്മുടെ കർത്താവിന്റെ വരവിനായി നാം ഒരുങ്ങി, ഹല്ലേലൂയ, നാം ആയിരിക്കണമേ എന്ന് ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, പ്രിയപ്പെട്ടവരെ, അനേകർ ഇന്നേക്ക് സുഖലോലുപത്തിലും ആഡംബരത്തിലും ഒക്കെ ജീവിക്കുവാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഞാൻ ഒരു കാര്യം വ്യക്തമായി പറയാം. ഹല്ലേലൂയ, നമ്മുടെ യേശു കർത്താവിന്റെ വരവ് നിശ്ചയമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ യേശു കർത്താവിന്റെ വരവ് നിശ്ചയമാണ്. അതിന് യാതൊരു സംശയവുമില്ല. ദൈവമക്കളെ, ഇത് തടംപിച്ചതോ ഒന്നും അല്ല, അങ്ങനെയുള്ളൊരു കഥയല്ല ഇത്. പ്രൈസ് ദി ലോർഡ്. നാം മനസ്സിലാക്കിക്കൊള്ളേണ്ടത് ഒരു കാര്യമുണ്ട്: യേശു കർത്താവിന്റെ വരവ് നിശ്ചയമാണ്.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവ പൈതലേ, 1 തെസ്സലോനി 4:5 നാം വായിക്കുമ്പോൾ, സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ എല്ലാവരും ഇരുട്ടിൽ ഉള്ളവരല്ല, വെളിച്ചത്തിന്റെ മക്കളാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, കള്ളൻ വരുന്നത് രാത്രിയിലാണ്. ഹല്ലേലൂയ. കള്ളൻ വരുന്നത് രാത്രിയിലാണ്. വന്നാൽ കള്ളൻ വരുമ്പോൾ ബെല്ലടിച്ചിട്ടൊന്നും അല്ല വരുന്നത്, കോളിംഗ് ബെൽ അടിച്ചിട്ടല്ല വരുന്നത്. അത് മനസ്സിലാക്കിക്കൊള്ളണം. ആ കള്ളൻ വരുന്നതിന് ഉദ്ദേശം 5 രൂപയുടെ 10 രൂപയുടെ പൊരുൾ കൊണ്ടുപോകുവാനും അല്ല. ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവമക്കളെ, ഏറ്റവും വിലപിടിപ്പുള്ള, ഏറ്റവും ശ്രേഷ്ഠകരമായ പൊരുൾ എവിടെയുണ്ടോ ആ പൊരുൾ കൊണ്ടുപോകുവാനായിട്ടാണ് കള്ളൻ വരുന്നത്. ഇവിടെ കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ നന്നായി അറിയുന്നുവല്ലോ. കള്ളൻ രാത്രിയിൽ വരും പോലെ. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, ഇപ്പോൾ നമുക്ക് സമയമുണ്ട്, സന്ദർഭമുണ്ട്. യേശു കർത്താവിന്റെ വരവിനായി ഒരുങ്ങുവാനുള്ള സമയമുണ്ട്. പക്ഷേ നാം ഒരുങ്ങാതെ നാം ഇഷ്ടം പോലെ ജീവിച്ചിട്ട്, പ്രൈസ് ദി ലോർഡ്, കർത്താവ് ഒരു അനൗൺസ്മെന്റ് ചെയ്യാതിരിക്കട്ടെ, ഞാൻ ഇപ്പോൾ വരും, അല്ലെങ്കിൽ ഞാൻ തിങ്കളാഴ്ച രാവിലെ വരുമെന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, അവരുടെ സമയം കൂടെ കർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യം. പ്രൈസ് ദി ലോർഡ്. 7 മണിക്ക് വരുന്നെന്ന് പറഞ്ഞാൽ 6:59 രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടാൻ ഒരുങ്ങും. ദൈവദാസന്മാരെ തേടി പോകുന്ന ഒരു ലോകത്തിലാണ് നിങ്ങളും ഞാനും ആയിരിക്കുന്നത്. ദൈവ പൈതലേ, ഒരു കാര്യം വ്യക്തമായി നാം മനസ്സിലാക്കിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. നോഹയുടെ കാലത്ത് നടന്നത് എന്താണ്? നോഹ പ്രസംഗിച്ചോ? ഒരു കുഞ്ഞു പോലും ആ പ്രസംഗം കേട്ടില്ല. പക്ഷേ ഹല്ലേലൂയ, യഹോവയായ ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ ചെയ്തു. പെട്ടകം പണിഞ്ഞു. പെട്ടകത്തിന് പണി കംപ്ലീറ്റ് ആയപ്പോൾ യഹോവയായ ദൈവം കൽപ്പിച്ചതുപോലെ ഈരണ്ടായി മൃഗങ്ങളെ, ഇടജന്തുക്കളെ എല്ലാത്തെയും ഉള്ള വിട്ടു. അതിനുശേഷമായി അവര് നോഹയും കുടുംബം 8 പേരുള്ള പ്രവേശിച്ചു. യഹോവയായ ദൈവം എന്താണ് ചെയ്തെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. യഹോവയായ ദൈവം വാതിലടച്ചു. പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ പിതാവ്, ഹല്ലേലൂയ, സ്വർഗീയ പിതാവ് വാതിലടച്ചു. ദൈവമക്കളെ, ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ആകയാൽ ഹല്ലേലൂയ, ഇത് സുപ്രസാദ കാലം, ഇത് രക്ഷാ ദിവസം. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ ദൈവ പൈതലേ എങ്ങനെ തെറ്റിയൊഴിയും? പ്രൈസ് ദി ലോർഡ്. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഇവിടെ നാം വായിച്ചു കേട്ടത്, സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ എല്ലാവരും ഇരുട്ടിൽ ഉള്ളവരല്ല, വെളിച്ചത്തിന്റെ മക്കളാണ്. പ്രൈസ് ദി ലോർഡ്. എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിത, നമ്മുടെ ഉള്ളത്തിൽ യേശു വന്നാൽ നമ്മുടെ അന്ധകാരം മാറും, നമ്മിലുള്ള ഇരുട്ട് മാറും, നാം പ്രകാശമുള്ളവരായി മാറും. എന്നാൽ കർത്താവിന്റെ പ്രകാശം, ഹല്ലേലൂയ, പ്രകാശനം നമ്മളിലേക്ക് പ്രവേശിക്കണം. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു കടന്നു വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിനൊരു മാറ്റം സംഭവിക്കുകയുള്ളൂ. അല്ല എങ്കിൽ നിശ്ചയമായി നാം അന്ധകാരത്തിന്റെ ഹല്ലേലൂയ പാടുകുഴിയില, അതിന് യാതൊരു മാറ്റവും ഇല്ല എന്നത് ഞാൻ വിളിച്ചറിയിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മെ വെളിച്ചത്തിന്റെ മക്കളാക്കി വെച്ചിരിക്കുന്നത് ലോകത്തിന്റെ ഇരുട്ടാണ് എന്ന് പറഞ്ഞാൽ പിന്മാറ്റമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം പറയുന്നു, ശേഷം മനുഷ്യരെ പോലെ അല്ല, അന്ധകാരത്തിലുള്ളവർ അല്ല, ശേഷം ഉള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്ന് സുബോധത്തോടെയും ഇരിക്ക എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ആകയാൽ കർത്താവിന്റെ വരവിനെ കാത്തിരിക്കുന്ന ദൈവമക്കളോട് എനിക്ക് ആദ്യമായി നിങ്ങളോട് പറയുവാനുള്ളത്, ഉണർന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ഉണർന്നു കൊള്ളണം. ദൈവമക്കളെ, രണ്ടാമതായിട്ട് നിങ്ങളോട് എനിക്ക് പറയുവാനായിട്ടുള്ളത്, ഹല്ലേലൂയ, നാം ചെയ്യേണ്ടത് വിളക്കെടുക്കുക. മത്തായി 25:1 വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. മത്തായി 25:1 വാക്യം വായിക്കുമ്പോൾ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഇങ്ങനെയാണ് കാണാൻ കഴിയുന്ന, സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്തും കൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശം ആകും. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്തും കൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് ഹല്ലേലൂയ സദൃശം എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് 10 കന്യകമാർ മണവാളനെ എതിരേൽപ്പാൻ പുറപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്നിച്ചാണ് അവർ പുറപ്പെട്ടത്. എന്നാൽ ഹല്ലേലൂയ, എല്ലാവരും വിളക്കെടുത്തു. മണവാളൻ വന്നു. മണവാളന്റെ ശബ്ദം കേട്ടപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ? പ്രൈസ് ദി ലോർഡ്. 5 പേർ വിളക്ക് തെളിയിച്ചു. 5 പേരുടെ കൈവശം എണ്ണയുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവരുടെ വിളക്കിൽ എണ്ണയുണ്ടായിരുന്നു. ഉണ്ടായിരുന്നവർ മണവാളന്റെ ശബ്ദം കേട്ട് കടന്നുപോയി. എന്നാൽ 5 പേർ കൈവിടപ്പെട്ടു പോയി. എന്താണെന്ന് അറിയാമോ ദൈവമക്കളെ? 5 പേരുടെ കൈവശം എണ്ണയില്ലാതെ വന്നപ്പോൾ അവർ ഓടി വന്ന് ഈ എണ്ണയുള്ളവരോട് ചോദിച്ചു, ഞങ്ങൾക്കും അല്പം എണ്ണ കടം തരണമേ എന്ന്. എന്നാൽ അവർ എന്താണ് പറഞ്ഞെന്നറിയാമോ? ഞങ്ങളുടെ കൈവശമുള്ള എണ്ണ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾക്കും ഞങ്ങൾക്കും പോരാതെ വരും, തികയാതെ വരും. അതുകൊണ്ട്
അതുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും പോയി എണ്ണ ശേഖരിച്ചു കൊള്ളുവീൻ എന്നാണ് പറഞ്ഞത്. ദൈവ പൈതലേ, ജീവിക്കുന്ന ദൈവ പൈതലേ, നീ വിളക്കെടുത്തുകൊണ്ടാണോ അതോ നീ നിന്റെ യാത്ര എന്നത് ഇന്ന് ഈ വൈകിവേളയിൽ നീ ചിന്തിച്ചു കൊള്ളണം. അതോ വിളക്കില്ലാതെയാണോ നീ പുറപ്പെട്ടിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. യേശുവിനെ സ്വീകരിക്കണമെങ്കിൽ ഹല്ലേലൂയ വിളക്ക് നമുക്ക് അത്യാവശ്യമാണ്. ദൈവമക്കളെ, വിളക്ക് തെളിയിച്ചിരിക്കണം. ഹല്ലേലൂയ. മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാൻ, മറ്റുള്ളവർക്ക് യേശുവിനെ പറ്റി പറയുവാൻ, യേശുവിന്റെ രാജ്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും സംസാരിക്കുവാൻ, യേശു കർത്താവ് ചെയ്ത അത്ഭുത പ്രവർത്തികളെ വർണ്ണിക്കുവാൻ, ഹല്ലേലൂയ, സ്വർഗീയ പിതാവിനെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ ഹല്ലേലൂയ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ കൈവശം വിളക്കുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ കയ്യിൽ വിളക്ക്, ഹല്ലേലൂയ, അതേ പ്രിയപ്പെട്ടവരെ, മറച്ചു വെക്കുവാനുള്ളതല്ല. ചിലർ എങ്ങനെയാണെന്ന് അറിയാമോ? സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ചിലരോട് പറയാൻ വലിയ മടിയാ. സ്നാനപ്പെട്ടു എന്നുള്ളത് മറച്ചു വെക്കുന്ന സ്നേഹിതരെ, എന്റെ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇത് മറച്ചു വെക്കാവുന്ന കാര്യമല്ല. നിന്റെ യേശു കർത്താവിനെ അറിഞ്ഞതിന് ശേഷം നീ ആർക്കാ മറച്ചു വെക്കുന്നേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് മറച്ചു വെക്കാവുന്ന കാര്യമല്ല. നിന്റെ കയ്യിലുള്ള വിളക്ക് തെളിയിച്ചു കൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, മറ്റുള്ളവരുടെ യേശുവിനെ കുറിച്ച് നീ പറയണം. ആമേൻ. ഹല്ലേലൂയ. നമുക്കറിയാം, ചിലരുടെ ശുശ്രൂഷയിൽ രോഗശാന്തി അഥവാ രോഗസൗഖ്യം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. വിടുതൽ ഉണ്ടാകുന്നു. ചിലയിടത്ത് ഒന്നുമില്ല. പ്രാർത്ഥിച്ചിട്ട് പോകുന്നല്ലാതെ അവിടെ ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, ആരാധനയിൽ വിടുതൽ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ആരാധനയിൽ വിടുതൽ ഉണ്ടാകണം. രോഗം സൗഖ്യമാകണം. ഭൂതങ്ങൾ പുറത്താക്കപ്പെടണം. പിന്മാറ്റക്കാർ തിരിച്ചു വരണം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണ് നാം പ്രാർത്ഥിക്കേണ്ടുന്നത്. ദൈവത്തിന്റെ സന്നിധിയിൽ നാം വിളക്ക് കത്തിച്ചുകൊണ്ട് നമ്മുടെ വിളക്ക് ശോഭിക്കുന്നതാകുന്നു എങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മളുടെ വിളക്കിന്റെ പ്രകാശം കണ്ട് അനേകർ നമ്മെ ഫോളോ ചെയ്യാൻ ആരംഭിക്കും, നമ്മുടെ പിറകിലായി വരും. അതേസമയം നമ്മുടെ കയ്യിലുള്ള വിളക്ക് അത് കരിന്തിരി കത്തുന്നതാണെങ്കിൽ എങ്ങനെ മറ്റുള്ളവർ നമ്മുടെ പിറകിൽ വരും? നമ്മുടെ സുവിശേഷം, നാം കൊടുക്കുന്ന സുവിശേഷം, പ്രൈസ് ദി ലോർഡ്, മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മുടെ കൈവശമുള്ള വിളക്ക് അത് പ്രകാശിച്ചു കൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവ പൈതലേ, നമ്മുടെ ലക്ഷ്യം എന്താണ്? നാസറേനായ യേശു രാജാതി രാജാവായി വരാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ നിങ്ങളും ഞാനും ജ്വലിച്ചുകൊണ്ട് പ്രകാശിക്കുന്നവരായി, മിന്നി 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 പ്രകാശിക്കുന്നവരായി തീരുവാൻ സ്വർഗീയ പിതാവ് സഹായിക്കട്ടെ. മൂന്നാമതായിട്ട്, വളരെ പെട്ടെന്ന് തന്നെ മറ്റൊരു പോയിന്റ് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവമക്കളെ, എണ്ണ എടുക്കുക. വിളക്കെടുത്താൽ പോരാ, ആ വിളക്കിൽ എണ്ണ ഉണ്ടാവണം. പ്രൈസ് ദി ലോർഡ്. മത്തായി 25:4 വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബുദ്ധിയുള്ളവരോ പാത്രത്തിൽ വിളക്കോടുകൂടെ എണ്ണയും എടുത്തു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവമക്കളെ, മനസ്സിലാകുന്നവർ എല്ലാവരും ചേർന്ന് ഒരു ആമേൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. നാം വിളക്കെടുത്താൽ നിശ്ചയമായും വിളക്കിൽ എണ്ണ ഉണ്ടാവണം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, 10 കന്യകമാർ, നമുക്കറിയാം 5 പേരുടെ കയ്യിൽ മാത്രമേ എണ്ണ ഉണ്ടായിരുന്നുള്ളൂ. 5 പേർ എണ്ണ എടുക്കുവാൻ വിട്ടുപോയി, മറന്നുപോയി. എന്താണ് സംഭവിച്ചത്? മണവാളൻ വന്നു, കൈവിടപ്പെട്ടു പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വിളക്ക് മാത്രം എടുത്താൽ പോരാ. ഹല്ലേലൂയ. വിളക്കിൽ എണ്ണ ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലരുടെ വിളക്ക് തണ്ടിൽ അത് വിളക്ക് കത്തിച്ചാൽ എന്താ സംഭവിക്കുന്ന അറിയാമോ? ദൈവമക്കളെ, കരിന്തിരി കത്തും. ഹല്ലേലൂയ. എന്നാൽ കരിന്തിരി കത്തിയാൽ എന്താ സംഭവിക്കുന്ന അറിയാമോ? ഒരു ബാഡ് സ്മെല്ലാണ് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മനസ്സിലാകുന്നവർക്ക് ഒരു ആമേൻ പറയാമല്ലോ ദൈവമക്കളെ. ചിലർ വിളക്ക് കത്തിച്ചാൽ, ഒരു പ്രാവശ്യം കൂടെ പറയാം, ചിലർ വിളക്ക് കത്തിച്ചാൽ കരിന്തിരി കത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലർ വിളക്ക് കത്തിച്ചാൽ കരിന്തിരി കത്തും. ആ കരിന്തിരി കത്തുന്നതിൽ ഒരു ബാഡ് സ്മെൽ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഈ ബാഡ് സ്മെൽ എന്നത് ഞാൻ വളരെ വ്യക്തതയോടുകൂടി പറഞ്ഞു തരാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ, അവരുടെ വിളക്ക് കത്തിക്കുമ്പോൾ എന്താണ് അവിടുന്ന് ഒരു ദുർഗന്ധം വമിക്കുന്നത് എന്നത് ഞാൻ വളരെ വ്യക്തതയോടുകൂടി പറഞ്ഞു തരാം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്, ഇതാണ്
ഹല്ലേലൂയ. എണ്ണയില്ലാത്തവരുടെ വിളക്ക് കത്തിച്ചാൽ ആ വിളക്ക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, എണ്ണ എന്താണ്? പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേക ശക്തി ഇല്ലാത്തവരിൽ അവർ കരിന്തിരി തന്നെ കരിന്തിരി കത്തും, അതുപോലെ തന്നെ ഒരു ദുർഗന്ധം വമിക്കും എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ദൈവമക്കളെ, നിന്റെ വിളക്കിൽ എണ്ണയില്ല എങ്കിൽ എങ്ങനെ നിനക്ക് ശോഭിക്കുവാൻ കഴിയും? എങ്ങനെ ചലിക്കുന്ന വിളക്കായി മാറുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, അനേക ആരാധന ആലയങ്ങളിലും പ്രൈസ് ദി ലോർഡ് ഇന്നേക്ക് അനേക ഇടങ്ങളിൽ ഞാൻ കണ്ടുവരുന്ന അനേക സഭകളുണ്ട്, എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, ഓർക്കസ്ട്ര ഇല്ലെങ്കിൽ പാട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ. അതുപോലെ തന്നെ അന്യഭാഷ ഒരാൾ പറഞ്ഞാൽ മതി, ബാക്കി എല്ലാവരും ചേർന്ന് പറയും. പക്ഷേ ഒരു കാര്യം വ്യക്തതയോടുകൂടി പറയട്ടെ ദൈവമക്കളെ, അവിടെ അഭിഷേകത്തിന്റെ ശക്തി ഉണ്ടോ എന്നത് നാം ചിന്തിച്ചു കൊള്ളണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അനേക ആരാധന ആലയങ്ങളിൽ അങ്ങനെ തന്നെയാ. മുമ്പൊക്കെ നമ്മുടെ അപ്പന്മാര്, അവരുടെ അപ്പന്മാര്, അവരുടെ അതൊക്കെ മുൻപുണ്ടായിരുന്ന കാലങ്ങളിൽ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന, അനേക മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ നമുക്ക് കാണുവാൻ കഴിയും. രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന പ്രാർത്ഥിക്കുന്നവരെയും പാടുന്നവരെയും കാണുവാൻ കഴിയും. സഹോദരങ്ങളെ, ഇന്ന് ആരാവും മുട്ടിന്മേൽ നിൽക്കുന്നത്? എല്ലാവരും നല്ല ഒന്നാന്തരം ചെയറിലല്ലേ ഇരുന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. ആർക്കെങ്കിലും മുട്ടിന്മേൽ നിൽക്കേണ്ടി വരുന്നുണ്ടോ? ആരെങ്കിലും അങ്ങനെ ആരാധിക്കുന്നുണ്ടോ? അന്നത്തെ കാലത്ത് അമ്മച്ചി അപ്പച്ചന്മാർ പ്രൈസ് ദി ലോർഡ് ഒരു നേരത്തെ ആഹാരം കഴിച്ചും, അതായത് ഭക്ഷിച്ചും ഭക്ഷിക്കാതെയും ഹല്ലേലൂയ വെള്ളം കുടിച്ചുകൊണ്ട് കാടുകളും മേടുകളും കയറി ഇറങ്ങിയ ഒരു കാലമുണ്ടായിരുന്നു ദൈവത്തെ സ്തുതിക്കുവാൻ. ഇന്നത്തെ കാലത്ത് ആരാ സഹോദരങ്ങളെ അങ്ങനെ പോകുന്നത്? വണ്ടി വന്നില്ലെങ്കിൽ അന്ന് ആരാധനയില്ല. അത്രമാത്രം ലോകം അധപ്പതിച്ച് കഴിഞ്ഞിരിക്കുക. എൻ്റെ പൊന്നു പ്രിയപ്പെട്ട സ്നേഹിതരെ, നമ്മുടെ യേശു കർത്താവിന്റെ വരവ് സമീപമായി നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവിന്റെ വരവ് സമീപമായി നിൽക്കുന്നു. ഹല്ലേലൂയ. പ്രിയരെ, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് 5 പേർ മണവാളനെ എതിരേറ്റു. 5 പേരിടം എണ്ണയില്ലായിരുന്നു. ഹല്ലേലൂയ. ഉറങ്ങിയാൽ എന്താ സംഭവിക്കുന്ന അറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഉറങ്ങിയാൽ പരാജയമാണ്. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ഗെത്സമന തോട്ടത്തിലേക്ക് യേശു കർത്താവ് ശിഷ്യന്മാരുമായിട്ട് പ്രാർത്ഥിക്കാൻ പോയി. യേശു കർത്താവ് പ്രാർത്ഥിച്ച് മടങ്ങി വരുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ ഉറങ്ങുന്നത് കണ്ടു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അവരെ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞു, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ഹല്ലേലൂയ. കർത്താവ് രണ്ടാമത് പ്രാർത്ഥിച്ച് മടങ്ങി വരുമ്പോൾ കണ്ടത് ഹല്ലേലൂയ, അവർ വീണ്ടും ഉറങ്ങുന്നത് കണ്ടു. മൂന്നാമത് കർത്താവ് കണ്ടപ്പോൾ കർത്താവ് അവരോട് പറയുക, ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവേൻ, മനുഷ്യപുത്രന്റെ നാഴിക വന്നു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ സ്നേഹിതരെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം പറയുന്നത് വളരെ വ്യക്തതയോട് കൂടിയാ. ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ശിഷ്യന്മാർ ഉറങ്ങി. എന്ത് സംഭവിച്ചു? യേശു കർത്താവിനെ അവർ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമല്ലേ ഉണ്ടായിരുന്നത്? പ്രിയരെ, ഉറങ്ങിയാൽ പരാജയമാണ്. ജീവിതത്തിൽ പരാജയത്തെ നിങ്ങൾ നേരിടേണ്ടി വരുമെന്നത് ഞാൻ ഈ സമയം ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിലൂടെ നിങ്ങളോട് ഞാൻ പറയുകയാണ്. ഉറങ്ങിപ്പോയാൽ പരാജയമാ. രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കണം ദൈവമക്കളെ. ദേശത്തിനായി പ്രാർത്ഥിക്കണം, വിടുതലിനായി പ്രാർത്ഥിക്കണം. നമ്മുടെ സഹോദരന്മാരായി എത്രയോ പേർ നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, വെന്റിലേറ്ററിലും മറ്റുമായി ഐസിയുലായി, വാർഡിലായി, ഭവനങ്ങളിലായി വിശ്രമിക്കുന്ന ധാരാളം പേരെ നിങ്ങൾ കാണുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, നിരാശയോടെ, ദുഃഖത്തോടെ, വേദനയോടുകൂടെ കഴിഞ്ഞുകൂടുന്ന എത്രയോ സ്നേഹിതരെ കാണുവാൻ കഴിയുന്നു. ഒരു നിമിഷത്തെ ആശ്വാസവാക്കും മതി അവർക്ക്. പ്രൈസ് ദി ലോർഡ്. ജീവിതം അത്രയേ ഉള്ളൂ, ഇനി മുമ്പോട്ട് പോകാൻ കഴിയുകയില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതുമ്പോൾ, സ്നേഹിതരെ, എൻ്റെ യേശു കർത്താവ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എൻ്റെ യേശു കർത്താവ് കാൽവരി ക്രൂശിൽ യാഗമായപ്പോൾ തന്നെ പ്രൈസ് ദി ലോർഡ് നിന്റെ സകല രോഗത്തിനും സൗഖ്യം തന്നിരിക്കുന്നു എന്നത് നീ മനസ്സിലാക്കിക്കൊള്ളണം. ആകയാൽ കർത്താവിൽ പ്രിയം വച്ചിരിക്കുന്ന ദൈവ പൈതലേ,
പ്രൈസ് ദി ലോർഡ്. ഉറങ്ങിപ്പോയാൽ പരാജയമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഉറങ്ങുവാൻ അവന് അവകാശമില്ല. ഏത് നേരവും മണവാളന്റെ വരവുണ്ട്. ഏത് നേരവും കാഹളത്തിന്റെ ധ്വനി കേൾക്കുന്ന ആ സുദിനം മുൻപിലുണ്ട് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. എങ്ങനെ നിങ്ങൾക്ക് ഉറങ്ങുവാൻ കഴിയും? ഒരു പക്ഷേ നീ ഉറങ്ങുന്ന സന്ദർഭത്തിൽ ഹല്ലേലൂയ നമ്മുടെ മണവാളന്റെ വരവ് വന്നു പോയാൽ, ആ കാഹളത്തിന്റെ ധ്വനി കേട്ടാൽ, അല്ലെങ്കിൽ ആ ധ്വനി വന്നു കഴിഞ്ഞാൽ നീ കൈവിടപ്പെട്ട് പോകുകയില്ലേ? അപ്പോൾ നീ എങ്ങനെ ഇരിക്കണം? നീ ഒരുങ്ങി ഉണർന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയം വച്ചിരിക്കുന്ന ദൈവ പൈതലെ, നമ്മുടെ വിളക്കുകളെ ജ്വലിപ്പിക്കാതെ ഉറക്കത്തിലാണോ, അതോ നിങ്ങൾ ഹല്ലേലൂയ മയക്കത്തിലാണോ? ഇന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സ്നേഹിത, നീ ഉറക്കത്തിലാണോ അതോ നീ മയക്കത്തിലാണോ? യേശു കർത്താവിന് വേണ്ടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഓ താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. യേശുവിന് വേണ്ടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ഹല്ലേലൂയ ദൈവ പൈതലേ, ഹല്ലേലൂയ നമ്മുടെ അരുമനാഥന്റെ വരവെങ്കിൽ നീ കൈവിടപ്പെട്ടു പോകും, നീ തള്ളപ്പെട്ടു പോകും എന്നത് നീ മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ദൈവ പൈതലേ, ഹല്ലേലൂയ മണവാളന്റെ വരവ് സമീപമായി. നിന്റെ അവസ്ഥ എന്താണ്? നീ തന്നെ നിനക്ക് മാർക്കിട്ടാൽ മതി, വേറെ ആരോട് ചോദിക്കണ്ട. പ്രൈസ് ദി ലോർഡ്. ദൈവദാസനെ, നിങ്ങൾ തന്നെ നിങ്ങൾക്ക് മാർക്കിട്ടോളൂ. ദൈവദാസിയെ, നിങ്ങൾ തന്നെ നിങ്ങൾക്ക് മാർക്കിട്ടോളൂ. പ്രൈസ് ദി ലോർഡ്. സഹോദര സഹോദരി, കാലങ്ങൾ ഇനി ഏറെ ഇല്ല. നമ്മുടെ അരുമനാഥന്റെ വരവ് സമീപമായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം തന്നെ നമ്മെ ഒന്ന് കീറി മുറിച്ച നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുക ദൈവമക്കളെ. ഹല്ലേലൂയ. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. നമ്മിലുള്ള കുറവുകൾ എന്താണ്? നാം എങ്ങനെ ഒരുങ്ങണം? നമ്മുടെ ഹല്ലേലൂയ കർത്താവിനായിട്ട് നാം ഒരുങ്ങിയതിൽ എന്തെങ്കിലും പാകപ്പിഴകൾ സംഭവിച്ചുവോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ദൈവ പൈതലേ, ഹല്ലേലൂയ. നമുക്ക് വിശുദ്ധ വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ശിംശോൻ അഭിഷേകം വന്നപ്പോൾ എന്താ ചെയ്തെന്നറിയാമോ സഹോദരങ്ങളെ? സിംഹത്തെ വലിച്ചു കീറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മീക ജീവിതത്തിലെ മയക്കം അഥവാ മന്ദത തന്നെ എവിടെ എത്തിച്ചു എന്നറിയാമോ? ദലീല എന്ന ലോകത്തിന്റെ മടിയിലേക്ക് എത്തിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദലീല എന്ന ലോകത്തിന്റെ മടിയിലേക്ക് താൻ കിടന്നുറങ്ങി. എന്താണ് സംഭവിച്ചത്? തനിക്കുണ്ടായിരുന്ന കൃപകളും വരങ്ങളും നഷ്ടപ്പെട്ടു. തന്റെ ഹല്ലേലൂയ തന്റെ ദൈവ കൃപ അഥവാ തന്റെ ജഡ കത്തിരിച്ചു കൊണ്ടുപോയില്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ദൈവ പൈതലേ, ഹല്ലേലൂയ ലോകക്കാരെ പോലെ നാം ഹല്ലേലൂയ ജീവിച്ചാൽ അഭിഷേകം നഷ്ടപ്പെടും. ലോകക്കാരെ പോലെ അവിടെയും അല്പം ഇവിടെയും അല്പം ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞ് ജീവിച്ചെന്ന് വെച്ചോ, പ്രൈസ് ദി ലോർഡ്, നമുക്കൊന്നിനും പ്രയാസമില്ല, നമുക്കൊരു കഷ്ടമില്ല. നാം ഇവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഏർപ്പെടുകയില്ല. ഇവിടെ തന്നെ കഴിഞ്ഞാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് മനസ്സിലാകുന്ന ദൈവമക്കൾ ചേർന്നൊരു ആമേൻ പറഞ്ഞാട്ടെ ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ ശക്തി, അഭിഷേകത്തിന്റെ പുഷ്ടി നഷ്ടപ്പെടാതെ, അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൈവശമുള്ള വിളക്ക് എണ്ണയൊഴിച്ച് പ്രൈസ് ദി ലോർഡ് വിളക്ക് നമ്മൾ കത്തിച്ചുകൊണ്ട് അഥവാ നമ്മളത് വിളക്ക് ജ്വലിപ്പിച്ചുകൊണ്ട് ഈ നാളുകളായി ജീവിക്കുവാൻ സ്വർഗീയ പിതാവ് നമുക്ക് സഹായിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആത്മീക ജീവിതത്തിലെ മയക്കം എവിടേക്കാ ശിംശോനെ എത്തിച്ചത്? ദൈവമക്കളെ, ദലീലയുടെ മടിയിലേക്കാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനേക ഇടങ്ങളെ ആരാധന കൂട്ടായ്മ എല്ലാം ഇന്നേക്ക് എങ്ങനെയാ പോയിക്കൊണ്ടിരിക്കുന്ന അറിയാമോ? പാപത്തിന്റെ മടിയിലേക്കാ. പാപത്തിന്റെ അടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന സ്നേഹിത, മതി ജീവിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മതി ഈ ലോകത്തിലെ സന്തോഷവും സുഖവും ഹല്ലേലൂയ എല്ലാം നിർത്തിവെച്ചുകൂടെ? ഇത് ഹല്ലേലൂയ നമുക്കിത് നിത്യതയിലേക്ക് എത്തിക്കുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ദൈവ മക്കളെ, നമുക്ക് വേണ്ടി ഒരു നിത്യത ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് വേണ്ടി ഒരു രാജ്യം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ രാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ ദൈവ മക്കളെ, ഹല്ലേലൂയ ഈ ലോകത്തിന്റെ സന്തോഷവും സുഖവും എല്ലാം വിട്ടിട്ട് യേശു കർത്താവിനായി ജീവിക്കുവാൻ ഒരുങ്ങണമേ. പ്രൈസ് ദി ലോർഡ്. ശിംശോൻ പാപത്തിൽ വഴുതി വീണപ്പോൾ അവന്റെ രണ്ട് കണ്ണുകളും ഹല്ലേലൂയ
ദാഗോന്റെ ക്ഷേത്രത്തിൽ കുത്തിപ്പൊട്ടിച്ച ഒരനുഭവം നോക്കണം ദൈവമക്കളെ. എത്ര ബലശാലിയായിരുന്ന ശിംശോന് സംഭവിച്ചത് എന്താണ്? ദലീല എന്ന ലോകത്തിന്റെ മടിയിൽ തലവെച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? ദൈവദാസന്റെ 2 കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ദൈവമക്കളെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കുത്തിപ്പൊട്ടിച്ച ഒരവസ്ഥ കാണുവാനായിട്ട് കഴിയുന്നു. എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിത, ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു മുക്കിലും മലയിലും മുലയിലും പാപം നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ, പാപത്തിലൂടെ നീ വഴുതി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായി എന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ, ഇന്ന് തന്നെ ഒരു ഉറച്ച തീരുമാനമെടുത്ത് എന്റെ യേശുവിന് വേണ്ടി ജീവിക്കുവാൻ നിങ്ങളെ തന്നെ നിങ്ങളൊന്ന് സമർപ്പിച്ചു കൊടുക്കണമേ. പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ. ദാവീദ് മല്ലനായ ഗോലിയാത്തിനെ ഒറ്റ കല്ലുകൊണ്ട് വീഴ്ത്തിയ സംഭവം നമുക്കെല്ലാവർക്കും അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ അഭിഷേക തൈലത്തിന്റെ ശക്തിയാണത്. പ്രൈസ് ദി ലോർഡ്. ദാവീദിന് അപ്പോഴുണ്ടായിരുന്നത് അഭിഷേക തൈലത്തിന്റെ ശക്തിയാണ്. ജീവിക്കുന്ന ദൈവമക്കളെ, ദാവീദ് അതിനുശേഷമായി ബത്ശേബയുടെ അരികിലേക്കൊന്ന് പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ് സംഭവിച്ചത്? താൻ പാപം ചെയ്യേണ്ടി വന്നു. എന്നാൽ ഹല്ലേലൂയ അതിനുശേഷമായി ദാവീദ് ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു നിലവിളി നമുക്ക് കേൾക്കാം. 51 സങ്കീർത്തനത്തിൽ നാം വായിക്കുമ്പോൾ ദാവീദ് ദൈവത്തോട് നിലവിളിക്കുകയാണ്. ഹല്ലേലൂയ. എന്നെ നന്നായി കഴുകി എന്റെ പാപങ്ങളെ പോക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാവീദ് ഇവിടെ കരയാണ്, ദൈവത്തോട് നിലവിളിക്കുകയാണ്. ദൈവമേ, എന്നെ നന്നായി കഴുകി പാപങ്ങളെ പോക്കണമേ, എന്റെ ഹൃദയത്തെ വെടിപ്പാക്കണമേ. പ്രൈസ് ദി ലോർഡ്. ദൈവ മക്കളെ, ഹല്ലേലൂയ സഹോദരങ്ങളെ, ഹല്ലേലൂയ. എന്നാൽ ദൈവം ദാവീദിനോട് ക്ഷമിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, മയക്കത്തിൽ പോയാൽ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളണം. നിങ്ങളുടെ കൈവശമുള്ള എണ്ണ നഷ്ടപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് മാത്രമാണോ? നിങ്ങൾ കൊണ്ടുപോകുന്ന വിളക്കം നഷ്ടപ്പെടും. പ്രൈസ് ദി ലോർഡ്. ജീവിതം നഷ്ടപ്പെടും. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. സകലതും നിങ്ങൾക്ക് തകർന്നു പോകും, സകലതും നിങ്ങൾക്ക് നഷ്ടമായി തീരും എന്നത് ഞാൻ വളരെ വ്യക്തതയോടുകൂടെ നിങ്ങളെ ഞാൻ അറിയിക്കട്ടെ. ആകയാൽ നാം എല്ലാവരും ചെയ്യേണ്ടത് കരഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിച്ച ദൈവത്തോട് ഹല്ലേലൂയ ഏറ്റുപറഞ്ഞ് നാളുകളായി ജീവിക്കുവാൻ സ്വർഗ്ഗപിതാവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, യോവേൽ പ്രവചനത്തിൽ പറയുന്നത് എന്താണ്? നാം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ കരച്ചിലോടെ, വിലാപത്തോടെ, കണ്ണുനീരോടെ, ഹൃദയ നുറുക്കത്തോടുകൂടെ കർത്താവിന്റെ അരികിലേക്ക് നിങ്ങൾ അടുത്ത് വരുമോ? നിങ്ങളെ തന്നെ ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കുമോ? ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഹല്ലേലൂയ നമ്മളോട് ഇടപെടും. നമ്മളോട് സംസാരിക്കുന്ന ദൈവമാ. നമ്മുടെ ദൈവം കല്ലും കുറ്റിയും ഇരുമ്പും ഒന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. ജീവനുള്ള ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവനുള്ള ദൈവം. നാം വിളിച്ചാൽ, നാം നിലവിളിച്ചാൽ, ഹല്ലേലൂയ, കർത്താവ് നിദാനമായി കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ദൈവമാ. മകനേ, മകളെ, നിനക്ക് എന്താണ് വേണ്ടിയതെന്ന് നമ്മളോട് ചോദിക്കുന്ന ദൈവമാ. ചില കഷ്ട നേരങ്ങളിൽ, ചില പ്രയാസ നേരങ്ങളിൽ, ചില പ്രതികൂല നേരങ്ങളിൽ യേശു കർത്താവിന്റെ സാന്നിധ്യം രുചിച്ചറിഞ്ഞവർ, ഹല്ലേലൂയ, ദൈവമക്കൾ ചേർന്നൊരു ആമേൻ പറഞ്ഞാട്ടെ. എന്റെ ദൈവം എനിക്ക് നല്ല ദൈവമാ. ഞാൻ എൻ്റെ കർത്താവിനെ രുചിച്ചറിഞ്ഞതാണ്. എൻ്റെ കർത്താവ് എനിക്ക് മതിയായവനെന്ന് വിശ്വസിക്കുന്നവർ, അനുഭവിച്ച് രുചി നോക്കിയവർ, ദൈവമക്കൾ ചേർന്നൊരാമേൻ പറഞ്ഞാട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, അഭിഷേകത്താൽ ഹല്ലേലൂയ നാം ഓരോരുത്തരും ഈ നാളുകളായി നിറയേണ്ടത് വളരെ അത്യാവശ്യമാണ്. വിളക്ക് തെളിയിക്കുവാൻ കഴിയാത്തവർ അന്ധകാരത്തിലാണെന്നുള്ളത് മറന്നു പോകരുത്. ആകയാൽ ജ്വലിക്കുന്ന വിളക്കായി പ്രൈസ് ദി ലോർഡ് നാം ഓരോരുത്തരും ആയിത്തീരണം, പ്രകാശിക്കുന്നവരായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, ഹല്ലേലൂയ. ആകയാൽ നമ്മുടെ അരുമനാഥന്റെ വരവ് സമീപമായി നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നാം എല്ലാവരും ഹല്ലേലൂയ ഒരുങ്ങണം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയോട്, വേർപാടോടുകൂടി നാം ഒരുങ്ങണം, ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ വചനത്തിന് മുൻപിൽ നമ്മളെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ അരുമനാഥന്റെ വരവ്
സമീപമായി നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ വരവ് സമീപമായി നിൽക്കുന്നു. ഇനി ഒരുങ്ങുവാനുള്ള സമയം പോലും ഇല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്ക് ചരിത്രപരമായി അല്പം ഒന്ന് ചിന്തിച്ച് നമുക്ക് അങ്ങനെ തന്നെ വചനം ഞാൻ അവസാനിപ്പിച്ചു കൊള്ളാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാട്ടെ. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 24:32 വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു: അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിന്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിന്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. പ്രിയരെ, ഈ വേദഭാഗം നമ്മൾ അനേക പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണ്. എങ്കിലും ആ ഭാഗത്ത് നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ എനിക്ക് പറയേണ്ടതുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ. ബഹുദൈവ വിശ്വാസത്തിൽ നിന്നും വിഗ്രഹാരാധനയിൽ നിന്നും ഏക സത്യ ദൈവത്തെ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തെ സ്തുതിക്കുന്നതിനായി, ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി മാത്രം കർത്താവ് ഒരു കൂട്ടം ജനത്തെ തെരഞ്ഞെടുത്തു. യഹൂദന്മാരെ കർത്താവ് തെരഞ്ഞെടുത്തത് ദൈവത്തെ ആരാധിക്കേണ്ടതിന് വേണ്ടി മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടത്തിൽ യഹൂദന്റെ ചരിത്രം പറഞ്ഞാൽ ചിലർക്ക് ഭയങ്കര അലർജിയാണ്. ഹല്ലേലൂയ. ചിലർ ചോദിക്കുന്നത് ഇങ്ങനെയാണ്: പ്രൈസ് ദി ലോർഡ്, എന്തിനാ ഇതിന്റെയൊക്കെ ആവശ്യം? എന്താ നമുക്ക്? പ്രൈസ് ദി ലോർഡ്, കർത്താവിന്റെ ക്രൂശീകരണത്തിന് ശേഷമുള്ളവരല്ലേ? കർത്താവ് ആ കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന് കർത്താവിന്റെ രക്തത്താൽ നമ്മളെ വില കൊടുത്ത് വാങ്ങിയതല്ലേ? അതിന് ശേഷമുള്ളവരല്ലേ? അതിനുശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞാൽ പോരെ എന്ന്. ദൈവമക്കളെ, ഒരു കാര്യം വ്യക്തമായി നിങ്ങളോട് ഞാൻ പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. യഹൂദ, ഇസ്രായേൽ, ഹല്ലേലൂയ, ഇസ്രായേലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാ വിശുദ്ധ ബൈബിൾ നമുക്ക് അനുശാസിക്കുന്നതെന്ന് മറന്നു പോകരുത്. എന്ന് പറഞ്ഞാൽ യഹൂദരെ ഒഴിവാക്കിയല്ല വിശുദ്ധ വേദപുസ്തകം, ഹല്ലേലൂയ, എന്നത് നാം മനസ്സിലാക്കിക്കൊള്ളണം. ദൈവമക്കളെ, BC 600 ഹല്ലേലൂയ രാജവാഴ്ചയും AD 70 പ്രൈസ് ദി ലോർഡ് ദേവാലയവും 135 അവകാശ ഭൂമിയും ഇസ്രായേൽ മക്കൾക്ക് ഹല്ലേലൂയ നഷ്ടപ്പെട്ടു എന്നത് നാം മനസ്സിലാക്കിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ജർമ്മനിയിലെ ഹിറ്റ്ലർ ഏതാണ്ട് 60 ലക്ഷത്തോളം പേരെ കൊന്നൊടുക്കുന്നതായിട്ട് നമുക്ക് ചരിത്രം പറയുന്നു. അത് മാത്രമല്ല ദൈവമക്കളെ, വിശുദ്ധ പുസ്തകം എന്താണ് പറയുന്നത്? ആമോസിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു. അവിടെ എങ്ങനെയാണ് പറയുന്നത്? ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ആരെയാ തിരഞ്ഞെടുത്തെന്ന് അറിയാമോ? ഇസ്രായേൽ മക്കൾക്ക് എഴുതപ്പെട്ടതാണത്. പ്രൈസ് ദി ലോർഡ്. അവിടെ ദൈവത്തിന്റെ വചനം എന്താണ് പറയുന്നത് അറിയാമോ? ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവ പൈതലെ, ചരിത്രം പരിശോധിക്കുമ്പോൾ ഹല്ലേലൂയ ഏകദേശം 2600ഓളം വർഷം ഹല്ലേലൂയ യഹൂദന്മാർ അലയുന്നവരും അതേപോലെ അവർ അടിമവാസികളുമായിരുന്നു. ഹല്ലേലൂയ. ദൈവജനമേ, ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് എന്താണ്? നാം വായിച്ചത്, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ അത്തി എന്ന് പറയുന്നത് യഹൂദനെയാണ് കുറിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, യഹൂദന്റെ വളർച്ച അവിടെ തളിർക്കുക എന്ന് പറഞ്ഞാൽ, അത്തി തളിർക്കുന്നു എന്ന് പറഞ്ഞാൽ യഹൂദന്റെ ഉയർച്ച അഥവാ യഹൂദന്റെ ആ തളിർപ്പ് അല്ലെങ്കിൽ ആ ഉയർച്ചയെ കുറിച്ചാണ്, അവന്റെ വളർച്ചയെ കുറിച്ചാണ് ഇവിടെ പറയുന്നതെന്ന് നാം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇതിന് ശേഷമായി ഹല്ലേലൂയ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് AD 70 തീത്തോസ് യെരുശലേം ദേവാലയത്തെ ആനയെ വെച്ച് പൂട്ടി എന്നത് നമുക്കറിയാം. അതുപോലെ തന്നെ 11 ലക്ഷത്തോളം പേരെ അപ്പോഴും കൊന്നെടുക്കുവാനായിട്ടിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇതിന് ശേഷം രാജ്യം മുസ്ലിങ്ങളുടെ കയ്യിലേക്ക് അകപ്പെട്ടു പോയി. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഏതാണ്ട് നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ 23 മുസ്ലിം രാജ്യങ്ങൾ പലസ്തീന് ചുറ്റും ഉള്ളതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമുക്കറിയാം 1914 മുതൽ 18 വരെ ഫസ്റ്റ് വേൾഡ് വാർ അഥവാ 1-ാം ലോക മഹായുദ്ധം, അതേപോലെ തന്നെ 18 മുതൽ 39 മുതൽ 45 വരെ സെക്കൻഡ് വേൾഡ് വാർ അഥവാ 2-ാം ലോക മഹായുദ്ധം. എത്രയോ ലക്ഷങ്ങളാണ് മരണപ്പെട്ടതെന്നത് നമുക്കറിയാം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യമുണ്ട്. യെഹെസ്കേൽ പ്രവചനം 37-ന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവ് എന്നിൽ പുറപ്പെടുവിച്ചു, താഴ്വരയുടെ നടുവിൽ എന്നെ നിർത്തി, അസ്ഥികൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രാവശ്യം കൂടെ ഞാൻ വായിക്കട്ടെ. യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവ് എന്നിൽ പുറപ്പെടുവിച്ചു, താഴ്വരയുടെ നടുവിൽ എന്നെ നിർത്തി, അസ്ഥികൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. ദൈവജനമേ, ഹല്ലേലൂയ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യഹൂദന്മാർ ഹല്ലേലൂയ ചിതറടിക്കപ്പെട്ടു അഥവാ
ചിതറി അവർ അവിടെയും ഇവിടെയുമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നുപോയി എന്നത് നമുക്ക് ചരിത്രത്തിലൂടെ മനസ്സിലാക്കാവുന്നതാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. അത് മാത്രമല്ല ഹല്ലേലൂയ, ഇസ്രായേൽ ജനം ഹല്ലേലൂയ അതിനുശേഷമായി ഒരുമിച്ച് കൂടിയെന്നാണ് നമുക്ക് ചരിത്രം പഠിക്കുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അത്തി തളിർത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത്തി തളിർത്തു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ സകല യഹൂദന്മാരും ഒരുമിക്കുവാൻ തുടങ്ങി. ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നുപോയ യഹൂദന്മാരെല്ലാവരും ഒരുമിച്ച് പ്രിയപ്പെട്ടവരെ അത്തി തളിർത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ യെഹെസ്കേൽ പ്രവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? പ്രൈസ് ദി ലോർഡ്. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? ദൈവജനമേ, ഹല്ലേലൂയ, 1946 വരെ ഇസ്രായേൽ ഹല്ലേലൂയ ഒരു രാഷ്ട്രമായി അഥവാ ഹല്ലേലൂയ അവർ രാഷ്ട്രമായി മാറുമെന്നവർക്ക് പ്രതീക്ഷയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യെഹെസ്കേൽ പ്രവചനം 37:11 വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗ്രഹമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഈ ചിഹ്നം ചിതറിക്കിടന്ന ഈ താഴ്വരയുടെ അടിവാരത്ത് കിടക്കുന്ന ചില അസ്ഥി കുമ്പാരങ്ങൾ, ചില അസ്ഥി കഷ്ണങ്ങൾ, പ്രിയപ്പെട്ടവരെ, അത് യഹൂദന്മാരെ കുറിക്കുക. ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നുപോയ യഹൂദന്മാർ ഒരുമിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ശേഷമായി 1948 അവർ ഒരു രാഷ്ട്രമായി ഹല്ലേലൂയ പ്രഖ്യാപിക്കപ്പെടുകയാണ്. ദൈവമക്കളെ, ഹല്ലേലൂയ, 23 രാഷ്ട്രങ്ങളുടെ ഇടയിൽ ഇസ്രായേലിനും ഒരു അവകാശം ലഭിച്ചതായിട്ട് നമുക്ക് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയ ദൈവജനമേ, അത് മാത്രമല്ല 3.5 ലക്ഷം ഏക്കർ ഹല്ലേലൂയ അവർ വിലയ്ക്ക് വാങ്ങി. പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം നിങ്ങളോട് വ്യക്തതയോടുകൂടി പറയട്ടെ. പ്രിയപ്പെട്ടവരെ, യഹൂദന്മാർ പ്രൈസ് ദി ലോർഡ് ഒരു ചെറിയ രാഷ്ട്രമാണ്. എന്നാൽ ലോക രാഷ്ട്രങ്ങൾ ഇന്നേക്ക് ഹല്ലേലൂയ ഇസ്രായേൽ ജനത്തെ കണ്ട് ഭയപ്പെടുകയാ. പ്രൈസ് ദി ലോർഡ്. എന്താണെന്ന് അറിയാമോ ദൈവമക്കളെ? ഹല്ലേലൂയ, ഇസ്രായേൽ ജനത്തെ കണ്ട് ലോക രാഷ്ട്രം ഭയപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് മാത്രമല്ല, ഇന്നേക്ക് അനേക രാഷ്ട്രങ്ങൾ ആയുധങ്ങളും മറ്റും വാങ്ങിക്കുന്നത് എവിടുന്നാണെന്നറിയാമോ? ഈ ചെറിയ രാഷ്ട്രമായിരിക്കുന്ന ഇസ്രായേൽ രാഷ്ട്രത്തിൽ നിന്ന് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, സകല യഹൂദന്മാരും മടങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അസ്ഥിയുടെ താഴ്വരകളിൽ ചിതറിക്കിടന്ന ഒരു ബന്ധവുമില്ലാതിരുന്ന അസ്ഥി കൂമ്പാരങ്ങൾ ഒരുമിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്ന ദൈവമക്കൾ ചേർന്ന് ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അത്തി തളിർക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യഹൂദന്റെ വളർച്ചയാണ് ദൈവമക്കളെ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം പറയട്ടെ, ബാൽഫർ വിളംബരം തിരിച്ചു കൊടുക്കാമെന്ന് ബ്രിട്ടൻ ഹല്ലേലൂയ സമ്മതിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, കാലം ഏതാണ്ട് ഏകദേശം നമ്മുടെ അരുമനാഥന്റെ വരവ് സമീപമായി നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. യഹൂദന്റെ വളർച്ചയുടെ പിൻപിലുള്ളത് ഹല്ലേലൂയ യേശു കർത്താവ് രാജാതിരാജാവായി വരാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, യഹൂദന്റെ തളിർപ്പതുവ വളർച്ചയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. യെഹെസ്കേൽ പ്രവചനം 37:12 വാക്യം വായിക്കുമ്പോൾ, എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. സ്നേഹിതരെ, ഇന്നേക്ക് 2500 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ ആ പ്രവചനം ഇവിടെ പൂർത്തീകരിക്കുകയാണ്. ഇവിടെ നമുക്കത് പൂർണ്ണമായി കാണപ്പെടുന്നു. ദൈവമക്കളെ, അത്തി തളിർക്കുന്നു എന്നത് ഇനി ഹല്ലേലൂയ കർത്താവിന്റെ വരവ് സമീപമായി എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, മത്തായി 24:11 വായിക്കുമ്പോൾ, കള്ളപ്രവാചകന്മാർ അനേകരെ തെറ്റിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. മത്തായി 24:5 ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്ത് പലരെയും തെറ്റിക്കും എന്ന ദൈവത്തിന്റെ വചനം വളരെ വ്യക്തതയോടുകൂടെ വിളിച്ചറിയിക്കുന്നു. മത്തായി 26:6 നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഒരുങ്ങിക്കൊള്ളുക ജനമേ, ഒരുങ്ങിക്കൊള്ളുക. പ്രൈസ് ദി ലോർഡ്. മത്തായി 24:7 വാക്യം വായിക്കുമ്പോൾ ജാതി ജാതിയോടും രാഷ്ട്രം രാഷ്ട്രത്തോടും എതിർക്കും. പ്രൈസ് ദി ലോർഡ്. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഇവിടെയായി ഉണ്ടാകും. യുദ്ധവും യുദ്ധശ്രുതികളെ കുറിച്ച് നിങ്ങൾ കേൾക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി മഹാവ്യാധികൾ ഉണ്ടായി വരുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, ലോകത്തിലേക്ക് ഒരു ചെറിയ കൊറോണ വൈറസ് വന്നപ്പോൾ ലോകം ഇന്നേക്ക് നടുങ്ങിയില്ലേ? പ്രൈസ് ദി ലോർഡ്. മെഡിക്കൽ സയൻസ് പോലും ഹല്ലേലൂയ നടുങ്ങിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഒരു റെമഡി, ഹല്ലേലൂയ, എന്തെങ്കിലും അതിനൊന്ന് ചെയ്യണം, അതിനൊരു പ്രതിവിധി കണ്ടുപിടിക്കുവാൻ ലോകം ഇന്നേക്ക് നടുങ്ങിക്കൊണ്ടിരിക്കുക. ഒരു ചെറിയ വൈറസ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം സവിസ്തരമായി പ്രസ്താവിക്കുന്നു. ദൈവ പൈതലേ, നമ്മുടെ അരുമനാഥന്റെ വരവ് സമീപമായി. ഹല്ലേലൂയ. വചനം പറയുന്നു, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. പ്രൈസ് ദി ലോർഡ്. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, യിരെമ്യാ പ്രവചനം 16-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കളെ നീക്കിക്കളഞ്ഞിരുന്ന സകല ദേശങ്ങളിൽ നിന്നും കൊണ്ടുവന്ന യഹോവയാണ് എന്ന് പറയുന്ന ഒരു കാലം വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തിലേക്ക് ഞാൻ അവരെ കൊണ്ടുവരും. പ്രിയപ്പെട്ടവരെ, ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി അലഞ്ഞു തിരിഞ്ഞ് അടിമകളായി കടന്നുപോയ യഹൂദന്മാർ ഒരുമിക്കുന്നു. സകലരും മടങ്ങി വന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അരുമനാഥന്റെ വരവ് സമീപമായി നിൽക്കുന്നു. കാഹളത്തിന്റെ ധ്വനി കേൾക്കുവാൻ പ്രിയപ്പെട്ടവരെ കാലങ്ങൾ ഇനി ഏറെയില്ല. പ്രൈസ് ദി ലോർഡ്. സമീപമായി നിൽക്കുന്നു. ഒരുങ്ങുക ദേശമേ, സഹോദരനെ, സഹോദരിയെ, ഒരുങ്ങുക. കർത്താവിന്റെ വരവ് സമീപമായി നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവ പൈതലേ, ഞാൻ നിങ്ങളോട് ഒരേ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ അവസാനിപ്പിച്ചു കൊള്ളാം. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വരവെങ്കിൽ എല്ലാവരും എടുത്തുകൊള്ളപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കുന്ന ദൈവ പൈതലിനല്ലാതെ ഒരു വ്യക്തിക്ക് പോലും കാഹളത്തിന്റെ ആ ധ്വനി കേൾക്കുവാൻ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. 2 പേർ കിടന്നുറങ്ങും. രക്ഷിക്കപ്പെട്ട ആളിനെ ഹല്ലേലൂയ കർത്താവ് എടുത്തുകൊള്ളും. 2 പേർ യാത്രയിലാവും. ഒരാൾ രക്ഷിക്കപ്പെട്ട വ്യക്തി കടന്നു പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട ആളെ കാണുകയില്ല. മറ്റുള്ളവർ കൈവിടപ്പെട്ടു പോകും, തള്ളപ്പെട്ടു പോകും. ആകയാൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ വ്യക്തമായി പറയട്ടെ, ഹല്ലേലൂയ, നാം കാത്തിരിക്കണം, വരവിനായി കാത്തിരിക്കണം, പ്രാർത്ഥനയിൽ മുന്നേറണം. നാം എന്താണ് ചെയ്യേണ്ടത്? പ്രൈസ് ദി ലോർഡ്. ഉണർന്നു കൊള്ളുക. വായിച്ച വേദഭാഗത്തേക്ക് മടങ്ങി ഉണർന്നു കൊള്ളുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ആകയാൽ നാം ഏവരും ഉണർന്നു കൊള്ളുക. രണ്ടാമതായിട്ട് നമ്മുടെ കൈവശം വിളക്കുണ്ടാവണം. വിളക്കിൽ എണ്ണയുണ്ടായിരിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രൈസ് ദി ലോർഡ് നമ്മളിലേക്ക് പ്രവേശിക്കട്ടെ. അതിനായി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, ഈ നാളുകളായി കർത്താവിന്റെ വരവിനായി നമുക്ക് എല്ലാവർക്കും ഒരുങ്ങാം, ഉണരാം. കാലങ്ങൾ ഹല്ലേലൂയ സമീപമായി നിൽക്കുന്നു. ചരിത്രം ഇതുവരെയിൽ കണ്ടിട്ടില്ലാത്ത ഒരു മഹാസംഭവം നടക്കാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവിന്റെ വരവ് സമീപമായി. യേശു കർത്താവിന്റെ വരവിങ്കൽ കർത്താവ് പറയും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറയുന്നതിൽ പരം എന്ത് ഭീകരതയാ ലോകത്തിൽ നടക്കാൻ പോകുന്നത്. ആകയാൽ എന്റെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിത, ഇത് സുപ്രസാദ കാലം, ഇത് രക്ഷാ ദിവസം. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, പ്രൈസ് ദി ലോർഡ്. അപ്പാ, ഞങ്ങൾ കേട്ടതായ വചനം ഞങ്ങൾക്ക് അനുഗ്രഹമായി മാറിയെന്ന് കർത്താവേ ഞങ്ങൾ വിശ്വസിക്കുന്നു.
ഓരോ ജനഹൃദയങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വരവിങ്കൽ കൈവിടപ്പെട്ടു പോകാതെ എല്ലാവരും അങ്ങയുടെ വരവിങ്കൽ എടുത്തുകൊള്ളപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളെ കർത്താവ് ഹല്ലേലൂയ അവിടുത്തെ രക്തത്താൽ കഴുകി മുദ്രയിടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ യേശുവേ, ഹല്ലേലൂയ. അങ്ങയുടെ വരവിനാ കാത്തിരിക്കുവാൻ തക്കവണ്ണം, വിശുദ്ധിയോട് വേർപാടോട് ജീവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ കർത്താവ് കരങ്ങളെടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലതും ഞങ്ങൾക്കായി ജീവന് വെടിഞ്ഞ അരുമരക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഇന്നത്തെ വചനം എല്ലാവർക്കും അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവമക്കളെ, നമ്മുടെ അരുമനാഥന്റെ വരവ് സമീപമായി. നമ്മൾ കൈവിടപ്പെട്ടു പോകാതെ വണ്ണം, നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് തള്ളപ്പെട്ടു പോകാതെ വണ്ണം നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്ത് ഈ നാളുകളായി കർത്താവിൻ്റെ സന്നിധിയിൽ നാം നെടുമ്പാട് വീണ അപ്പാ എന്നോടങ്ങ് സംസാരിക്കണമേ, അങ്ങയുടെ വരവിങ്കൽ ഞങ്ങൾ കൈവിടപ്പെട്ടു പോകരുതേ എന്ന പ്രൈസ് ദി ലോർഡ് ദൈവജനമേ ഉണർന്ന് പ്രാർത്ഥിച്ചു കൊള്ളുക. നമ്മുടെ ദേശത്തിനായി, നമ്മുടെ ദേശമക്കൾക്കായി, അവരുടെ വിടുതലിനായി, അവരുടെ സൗഖ്യത്തിനായി പ്രൈസ് ദി ലോർഡ് എല്ലാവരും മാനസാന്തരപ്പെടേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവ മക്കളെ, നമ്മുടെ ഈ റോസ് ഫാമിലിയുടെ കൺവെൻഷൻ എല്ലാവർക്കും അനുഗ്രഹമായി മാറട്ടെ. ഒരു വ്യക്തിയെങ്കിലും എൻ്റെ യേശു കർത്താവിനെ ഏറ്റുകൊള്ളുവാൻ മനസ്സൊരുക്കമുള്ളവരെങ്കിൽ എനിക്കത് മതി. എൻ്റെ ജീവിതത്തിൽ ഞാൻ അത് മാത്രമാണ് ഏറ്റവും വലിയ സന്തോഷമായി കാണുന്നത്. ആകയാൽ കർത്താവിൽ പ്രിയരെ, ഹല്ലേലൂയ, കേട്ട വചനം അധികം ശ്രദ്ധയോടുകൂടി കരുതിക്കൊള്ളുവാൻ സ്വർഗ്ഗപിതാവ് നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് വാഴ്ത്തി അനുഗ്രഹിച്ചുകൊണ്ട് പ്രൈസ് ദി ലോർഡ് എൻ്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കുന്നു. ദൈവമായി കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ.